ഹായ്, നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഓവൽ ഷേപ്പ് ഡൈനിങ് ടേബിളിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ലേസർ മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നമ്മൾ ബേസിൽ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിടുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുള്ള സെൽഫ് അഡാപ്റ്റീവ് സ്റ്റിക്കർ എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ് നമ്മൾ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമ്മൾ വുഡെല്ലാം തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് ഏതാണോ ഷേപ്പ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു ഏകദേശം ധാരണയിൽ നമ്മൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വുഡിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വുഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ഉള്ള വുഡായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മണ്ണും ഡസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രെയിമിൽ സെറ്റ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത്. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എപ്പോക്സി എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലാക്ക് കളർ എപ്പോക്സിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോക്സി കംപ്ലീറ്റ്ലി കാസ്റ്റ് ചെയ്തൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും CNC മെഷീനിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് ലെവൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ലെവൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി സാൻഡറിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മളതിൻ്റെ ടോപ്പ് ലെവലിംഗ് ഒന്നുകൂടെ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുൾപ്പെടെ തന്നെ അതിൻ്റെ ഓവൽ ഷേപ്പ് കട്ടിങ് വീണ്ടും CNC മെഷീൻ്റെ സഹായത്തോട് കൂടി തന്നെ വീണ്ടും ഒരു ഓവൽ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ബേസ് ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുക. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കുറച്ചും കൂടെ ലെങ്ത്തും വിഡ്ത്തും കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ലെങ്ത്തും വിഡ്ത്തും കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഷേപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓവൽ ഷേപ്പിലൊരു വുഡ് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിലൂടെ നമ്മൾ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഒരു പാറ്റേൺ ഡിസൈനും കൂടെ, ഒരു ഗോൾഡൻ മെറ്റാലിക് പാറ്റേൺ ഡിസൈനും കൂടെ നമ്മൾ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം നോർമലി ഈ വുഡ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷനും നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ രീതിയിലേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6 ഇഞ്ചോളം നമ്മൾ വൺ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വിഡ്ത്ത് എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോപ്പ് കോട്ട് എല്ലാം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ക്ലിയറിംഗ് എല്ലാം സാൻഡിങ് എല്ലാം വൃത്തിയായിട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് എപ്പോക്സിയുടെ ടോപ്പ് കോട്ടിങ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പോലെ വൃത്തിയായിട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ടും, അത് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇതിനെ കംപ്ലീറ്റ്ലി കസ്റ്റമർ പറഞ്ഞ ഒരു പാറ്റേൺ ഡിസൈനിലേക്ക് കൊണ്ടുവന്നുള്ളത്. അതായത് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനൊരു മാറ്റ് ഫിനിഷ് വരുത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ്ലി ടോപ്പ് കോട്ടായിട്ടുള്ള മാറ്റ് ഫിനിഷിങ് റിസൾട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പാറ്റേൺ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും ഓവലാണെങ്കിലും സ്ക്വയർ ആണെങ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെയൊക്കെ കംപ്ലീറ്റ്ലി പ്രൊഡക്ഷൻ വീഡിയോസൊക്കെ കാണാനും ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൊഡക്ഷൻ്റെ വീഡിയോസ് എല്ലാം തന്നെയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും